भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भा रही है वो तेरी शायरी है या कोई शायरा. മിസ്സേ, അപ്പോൾ ഞാൻ നിങ്ങൾ പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് എപ്പിസോഡ് 8 ആണ്. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത് പ്രിയ അലുവിനോട് എന്തോ പറയാൻ വന്നതായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരുപാട് ഷോർട്ടാണെന്ന് ഒക്കെ അറിയാം. അതെല്ലാം ക്ഷമിച്ച്, അത് മാത്രമല്ലേ ഉള്ള മിസ്സേ. അപ്പം അതൊന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തോ ഉണ്ട്, അത് ഉറപ്പാ. ഓക്കെ അല്ലെങ്കിൽ പറയണ്ട, വിട്ടേക്ക്. അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ലൈഫിലെ പ്രശ്നങ്ങളും സിറ്റുവേഷനും അതൊക്കെ ഓർത്ത് ടയേർഡായിരിക്കുക. അതാ. എന്താ പ്രശ്നം? അത് എൻ്റെ കറണ്ട് സിറ്റുവേഷനെ പറ്റിയാണ് എപ്പോഴും കുറ്റം പറയണം. എന്ത് സിറ്റുവേഷൻ? അത് ഞാൻ കംഫർട്ട് അല്ലാത്ത 3 കാര്യത്തിലൊരു കാര്യം, പിന്നെ പറഞ്ഞ് ശീലമായൊരു പേഴ്സണൽ കാര്യമാണ്. കംഫർട്ട് അല്ലെങ്കിൽ വേണ്ടടാ, അതങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ കംഫർട്ട് ആവുന്ന ടൈം പറയാം. അങ്ങനെ ആവട്ടെ. ഓക്കെ. അല്ല പ്രിയ, നിനക്കൊരു ചേട്ടനില്ലേ? ചേട്ടനുണ്ട്. എന്തേ? അപ്പൊ പിന്നെ ഇതെല്ലാം ചേട്ടൻ അറിയില്ലേ? എവിടെ, അവനിതൊന്നും അന്വേഷിക്കില്ല. സംസാരിക്കുന്നതേ കുറവാ. അപ്പോഴാ ചേട്ടനാണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് ചേട്ടനോട് പറഞ്ഞൂടെ? പിന്നെ അവൻ പോലും എന്നോടൊന്നും ഷെയർ ചെയ്യാറില്ല. അറ്റ്ലീസ്റ്റ് എല്ലാവരും കുറ്റം പറയുമെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമെന്ന് നോക്കിയാൽ അതുകൂടിയില്ല. അതും പോരാണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് അതെല്ലാം എൻ്റെ കുഴപ്പം, അത് അവരങ്ങനെ പറയണേ എന്നാണ് അവൻ പറയണേ. എൻ്റെ ഒരു ആഗ്രഹം പോലും ആർക്കും അറിയണ്ട. അവന് പോലും അറിയില്ല. അവൻ്റെ കാര്യം മാത്രം. അപ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ. എല്ലാവർക്കും എൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ. പ്രശ്നങ്ങളില്ലാത്തവർ കുറവാണ്. സോ അതിൽ വിഷമിക്കാതെ, എല്ലാത്തിനും ഓരോ വഴി ഉണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, പേഴ്സണലാണ്. ഓക്കെ ആണെങ്കിൽ പറഞ്ഞു. ഓക്കെ ആണ്. തൽക്കാലം ഇതാരോടും പറയണ്ട, കാരണം ഇതങ്ങനെ ആർക്കും അറിയില്ല. ഇല്ല, പറയലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ കാര്യം ആരോടും പറയൂല. അതിൽ വിശ്വസിക്കും. ഓക്കെ. ഇതിപ്പോ ചെറുതായിട്ട് എൻ്റെ ഒരു സിറ്റുവേഷൻ പോലെ ഉണ്ട്. അങ്ങനാണോ? എന്നാ ആ കാര്യം സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ. അങ്ങനെ ആവട്ടെ. എന്തെങ്കിലും ഒരിക്കൽ അതറിയാം. അങ്ങനെ ആവട്ടെ. താൻ ഒരു കാര്യം ചെയ്യും. എന്ത് കാര്യം? തന്റെ ഡ്രീമൊക്കെ എന്നോട് പറ. ഒരു ബ്രദറായിട്ട് കൂടെ നിന്ന് എനിക്ക് പറ്റുന്നത് ഞാൻ സാധിച്ചു തരാം. അയ്യോ, അതൊക്കെ വേണോ? വെറുതെ എന്തിനാ എനിക്ക് വേണ്ടി? എനിക്ക് 5 കസിൻ അനിയത്തിമാരുണ്ട്. ഇപ്പോൾ 6th one അത് താനാ ഇനി തൊട്ട്. എൻ്റെ 5 കസിൻ അനിയത്തിമാർക്കും ഇതുപോലെ ഞാൻ നടത്തി കൊടുക്കും അവരുടെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഇനി മുതൽ താനും. എൻ്റെ പെങ്ങളാണ്. തൻ്റെ ഡ്രീം എനിക്ക് ആവുന്നതൊക്കെ ഞാൻ നടത്തി തരും. ഓക്കെ ചേട്ടാ. നാളെ തന്നെ ആ ഡ്രീം ലിസ്റ്റ് അയച്ചോ. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ നടത്തി തരും, ഉറപ്പായിട്ടും. ഞാൻ അയച്ചേക്കാം. ശരി, ഇപ്പൊ പോട്ടെ, ഫോൺ വെക്കാൻ ടൈമായി. ശരി പെങ്ങളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അശ്വിനി, എന്തോ അന്ന് നിങ്ങൾക്കിടെ പ്രശ്നം ഉണ്ടായില്ലേ, അതിന് ശേഷമുള്ളത് പറ. ഇടയ്ക്കൊരു ദിവസം രാത്രി. ഹായ്. ഹലോ. എടാ, നിനക്കറിയാവുന്ന ആരുടെയും കയ്യിൽ കാൽക്കുലേറ്റർ കിട്ടുന്ന മറ്റേ സ്മാർട്ട് വാച്ച് ഉണ്ടോ? എന്തിലുണ്ട്? എന്തേ? അത് എനിക്കൊന്ന് തരാമോ നാളെ? തരാ. എവിടെ വെച്ചാ തരണ്ടേ? രാവിലെ സ്കൂളിന്റെ ബാക്കിലെ ഗ്രൗണ്ടിന്റെ മുന്നേ വന്നാ മതി. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ വരാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതെന്താ കാണുന്നില്ലല്ലോ? അയ്യോ, PT ടീച്ചർ അല്ലേ പറഞ്ഞേ? കൊച്ചു കുറെ നേരമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. സ്കൂൾ ടൈം ആയില്ലേ? ഇപ്പൊ ഉച്ചയില് ക്ലാസ്സിൽ പോകും. അത് പോവാ ടീച്ചർ. അശ്വിനി, നീ എവിടെയായിരുന്നു? കൊള്ളാം, ഞാനവിടെ സ്കൂൾ ടൈം ആവുന്നവരെ ഉണ്ടായിരുന്നു. എന്നിട്ട് കണ്ടില്ല. സോറിടാ, ഞാൻ കുറെ നേരം നോക്കി. അപ്പോഴാ PT ടീച്ചർ വന്ന് എന്നോട് ഇവിടെ നിൽക്കണ്ട, അകത്ത് പോ, എക്സാം അല്ലേ എന്ന് പറഞ്ഞു വിട്ടത്. അതാ ഞാൻ അങ്ങനെ കരുതി.
വേറെ വഴിയില്ലാത്തോണ്ടാണ് ഞാൻ കയറിയത്. അത് സാരമില്ല. എന്നാലും പോട്ടെ, ക്ലാസ് ഉണ്ട്. ആ ബൈ. ബൈ. ഇത് ഞങ്ങൾ വഴക്കാവുന്നതിന് ഇടയ്ക്കുള്ളതാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ വഴക്കായതിനു ശേഷം അങ്ങനെ അധികം മിണ്ടാറില്ല. ഓ സാരമില്ലടാ, എല്ലാം ശരിയാവും. എടാ, നിനക്ക് അവനെ ഇഷ്ടമെന്ന് അവനറിയോ? ആ അറിയാം അവന്. അത് എൻ്റെ നേച്ചർ വെച്ച് മനസ്സിലാക്കി. ബട്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ആ സാരമില്ലടാ. എടാ, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. അശോക് സാറിനെ കാണാനുണ്ട്. ക്ലാസ്സിന് നോട്ട് എഴുതിപ്പിക്കണോ അതോ സാറ് വരോ പഠിപ്പിക്കാനെന്ന് അറിയണം. ഓടാ, പോയിട്ടോ. പ്രിയ. അപ്പോൾ ആർമിസേ ഇത്രയേ ഉള്ളൂ. ഷോർട്ടാണെന്ന് അറിയാം, ക്ഷമിക്കണം ആർമിസേ. ഞാൻ ഓൾറെഡി അതിൻ്റെ റീസൺ പറഞ്ഞല്ലോ. അതുകൊണ്ട് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി, ഞാനത് ശരിയാക്കാം. അതുപോലെ ഇന്നലെ ഇടാൻ പറ്റിയില്ല, അത് കുറച്ച് പേഴ്സണൽ റീസൺസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആരാ പ്രിയയെ വിളിച്ച് എന്താ കാര്യമെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അറിയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ അതുവരയ്ക്കും ബൈ. കംസാംനിദ.